US ഫെഡ് സെപ്റ്റംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നൽകാനുള്ള സാധ്യത 54% ചുരുങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഡോ ജോൺസ് 1%, S&P 0.5%, നാസ്ഡാക്ക് 0.74% ഇടിഞ്ഞു. കൂടാതെ ബോണ്ട് ഈൽഡ് ഈ മാസത്തെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ബ്രന്റ് ക്രൂഡ് 0.18% ഇടിഞ്ഞ് $84.07 പെർ ബാരൽ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. അമേരിക്കൻ മാർക്കറ്റ് മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റും ബുധനാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. തുടർച്ചയായ 4ാമത്തെ ട്രേഡിംഗ് സെഷനിലാണ് ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുന്നത്. NSE 0.8% ഇടിഞ്ഞ് 22,704-ലും BSE 0.89% ഇടിഞ്ഞ് 74,502-ലുമാണ് ക്ലോസിംഗ് നൽകിയത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും സെല്ലിംഗ് നടത്തി. 5,841 കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 5,233 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഭാരത് ഡൈനാമിക്സ്, ബെക്ടേഴ്സ് ഫുഡ്, സെഞ്ചുറി എക്സ്ട്രൂഷൻസ്, ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ്, ഗോഡ്ഫ്രൈ ഫിലിപ്സ് ഇന്ത്യ, മോൾഡ് ടെക് ടെക്നോളജി, PC ജുവലർ, പ്രജ് ഇൻഡസ്ട്രീസ്, PTC ഇന്ത്യ, രാജേഷ് എക്സ്പോർട്ട്, ത്രിവേണി എൻ്റർപ്രൈസസ്, വെൽപ്സൺ കോർപ്പ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്ന ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ സ്റ്റീൽ. ടാറ്റ സ്റ്റീലിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 64% ഇടിഞ്ഞ് 1,566 കോടിയിൽ നിന്നും 585 കോടിയിലേക്കെത്തി. റവന്യൂ 6.8% ഇടിഞ്ഞ് 62,962 കോടിയിൽ നിന്നും 58,687 കോടിയിലേക്കെത്തി. EBITDA 8.6% ഇടിയുകയും പ്രോഫിറ്റ് മാർജിൻ 11.5%-ൽ നിന്നും 11.2%-ലേക്ക് എത്തുകയും ചെയ്തു. അതേസമയം പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി 3,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. SJVN എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. SJVNൻ്റെ നെറ്റ് പ്രോഫിറ്റ് 17 കോടിയിൽ നിന്നും 61 കോടിയിലേക്ക് ഉയർന്നു. അതേസമയം പ്രോഫിറ്റ് മാർജിൻ 61%-ൽ നിന്നും 49%-ലേക്ക് ഇടിയുകയും EBITDA 380 കോടിയിൽ നിന്നും 240 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ 504 കോടിയിൽ നിന്നും 483 കോടിയിലേക്ക്, അതായത് 4.2% ഇടിഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ 3 പ്രധാന കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒന്ന് അലുവാലിയ കോൺട്രാക്ട്സ്. അലുവാലിയ കോൺട്രാക്ട്സിൻ്റെ പ്രോഫിറ്റ് 72 കോടിയിൽ നിന്നും 200 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 34% വർദ്ധിച്ച് 863 കോടിയിൽ നിന്നും 1,164 കോടിയിലേക്ക് എത്തി. EBITDA 5.4% വർദ്ധിച്ച് 5.4% ഇടിഞ്ഞ് 110 കോടിയിൽ നിന്നും 104 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് മാർജിൻ 12.8%-ൽ നിന്നും 9%-ലേക്ക് ഇടിയുകയും ചെയ്തു. GR ഇൻഫ്രാ പ്രൊജക്ട്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 43% വർദ്ധിച്ച് 192 കോടിയിൽ നിന്നും 275 കോടിയിലേക്ക് എത്തി. എന്നാൽ കമ്പനിയുടെ റവന്യൂ 12% ഇടിഞ്ഞ് 2,310 കോടിയിൽ നിന്നും 2,049 കോടിയിലേക്കെത്തി. EBITDA 37% വർദ്ധിച്ച് 289 കോടിയിൽ നിന്നും 399 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് മാർജിൻ 14.5%-ൽ നിന്നും 17.6%-ലേക്ക് ഉയരുകയും ചെയ്തു. കൂടാതെ മറ്റൊരു കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസിൻ്റെ റവന്യൂ 13.5% വർദ്ധിച്ച് 1,245 കോടിയിൽ നിന്നും 1,414 കോടിയിലേക്കെത്തി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 142 കോടിയിൽ നിന്നും 341 കോടിയിലേക്കെത്തി. 125 കോടി രൂപയുടെ അതർ ഇൻകം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നെറ്റ് പ്രോഫിറ്റിൽ ഷൂട്ടപ്പ് ഉണ്ടായത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാർജിൻ 19.6%-ൽ നിന്നും 26.4%-ലേക്ക് എത്തുകയും EBITDA 245 കോടിയിൽ നിന്നും 374 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കൺസ്ട്രക്ഷൻ സെക്ടറിലെ ഈ 3 കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ലെമൺ ട്രീ ഹോട്ടൽസിൻ്റെ റവന്യൂ 29.5% വർദ്ധിച്ച് 282 കോടിയിൽ നിന്നും 327 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് 42% വർദ്ധിച്ച് 59 കോടിയിൽ നിന്നും 84 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് മാർജിൻ 55%-ൽ നിന്നും 52.4%-ലേക്ക് എത്തുകയും ചെയ്തു. EBITDA 22.6% ഉയർന്ന് 140 കോടിയിൽ നിന്നും 171 കോടിയിലേക്ക് എത്തി. അയൺ എക്സ്ചേഞ്ചിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 81 കോടിയിൽ നിന്നും 72 കോടിയിലേക്ക് ഇടിഞ്ഞു. കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ 16%-ൽ നിന്നും 11%-ലേക്ക് കോൺട്രാക്റ്റായി.
റവന്യൂ 20% വർദ്ധിച്ച് 647 കോടിയിൽ നിന്നും 782 കോടിയിലേക്കെത്തി. ബാറ്റ ഇന്ത്യയുടെ റവന്യൂ 2.5% വർദ്ധിച്ച് 779 കോടിയിൽ നിന്നും 798 കോടിയിലേക്കെത്തി. എന്നാൽ പ്രോഫിറ്റ് 3% ഇടിഞ്ഞ് 66 കോടിയിൽ നിന്നും 64 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് മാർജിൻ 23.4% നിന്നും 22.8% ഇടിയുകയും ചെയ്തു. കമ്പനി ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 12 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. NOCILൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 46% വർദ്ധിച്ച് 28 കോടിയിൽ നിന്ന് 42 കോടിയിലേക്കെത്തി. റവന്യൂ 9.2% ഇടിഞ്ഞ് 393 കോടിയിൽ നിന്നും 357 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 10% ഇടിയുകയും പ്രോഫിറ്റ് മാർജിൻ 12.7% നിന്നും 12.5% ഇടിയുകയും ചെയ്തു. ഇനി മറ്റ് ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. എഡിൽവെയ്സ് ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. എഡിൽവെയ്സ് ഫിനാൻഷ്യൽ സർവീസിൻ്റെ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയായ എഡിൽവെയ്സ് അസറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയെ സ്ട്രെസ്ഡ് അസറ്റ് അക്വയർ ചെയ്യുന്നതിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിലക്കിയിട്ടുണ്ട്. ഈ ന്യൂസിൻ്റെ നെഗറ്റീവ് റിയാക്ഷൻ എഡിൽവെയ്സ് ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിൽ ഇന്ന് പ്രകടമാകാൻ സാധ്യതയുണ്ട്. SJVN എന്ന കമ്പനി ഇന്ത്യൻ ഓയിലുമായി ചേർന്ന് ന്യൂ ടെക് പ്രോജക്റ്റിനു വേണ്ടി ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അവൻ്റൽ എന്ന കമ്പനിക്ക് ഡിഫൻസ് സെക്ടറിന് ആവശ്യമായ സാറ്റ്കോം എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നതിന് 110 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. RVNL എന്ന കമ്പനിക്ക് സിഗ്നലിംഗ് വർക്കിന് വേണ്ടി 38 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷൻ എന്ന കമ്പനി ബാൾഡോർ ടെക്നോളജീസിൻ്റെ 10%-ഓളം സ്റ്റേക്കുകൾ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. ആദിത്യ ബിർള ക്യാപിറ്റൽ ആദിത്യ ബിർള ഹൗസിംഗ് ഫിനാൻസിൽ 300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇതുകൂടാതെ CESC എന്ന കമ്പനിയിൽ കഴിഞ്ഞ ദിവസം CESC എന്ന കമ്പനിയുടെ വെസ്റ്റ് ബംഗാൾ പ്ലാന്റിൽ ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കിലും നെഗറ്റീവ് മാർക്കറ്റ് റിയാക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നസാര ടെക്നോളജിയുടെ സബ്സിഡറി കമ്പനിയുടെ സെയിൽ നടത്തി കഴിഞ്ഞു. കൂടാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക് തുടങ്ങിയ 2 ബാങ്കുകളിൽ S&P ഗ്ലോബൽ റേറ്റിംഗ് അവരുടെ റേറ്റിംഗ് ഔട്ട്ലുക്ക് മാറ്റിയിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്റ്റേബിൾ നിന്നും പോസിറ്റീവ് ഔട്ട്ലുക്കാണ് നൽകിയിരിക്കുന്നത്. GR ഇൻഫ്ര പ്രോജക്ട്സ് 200 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്